ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല, തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇത്തവണത്തെ സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് മിഡ് വീക്ക് എവിക്ഷൻ നടക്കുന്നത്. മിഡ് വീക്ക് എവിക്ഷനിലേക്ക് ഈ 6 പേരാണ് വന്നിരിക്കുന്നത്. ഈ 6 പേരൊഴികെ ബാക്കിയുള്ള എല്ലാവരും 6 പേരും അബിയും ഒഴികെ എല്ലാവരും തന്നെ നോമിനേഷനിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് ഇതാണ്. ഈ ഒരു ആക്ടിവിറ്റി ഏരിയയിലുള്ള ഈ ഒരു മഡ് പോർട്ടിൽ കുറേ ഗോൾഡ് കോയിൻസ് ഹൈഡ് ചെയ്തിട്ടുണ്ട്. മിഡ് വീക്ക് എവിക്ഷനിൽ വന്നിരിക്കുന്ന ഈ 6 പേർക്ക് 2 പേരെ ഹെൽപ്പേഴ്സായിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവർ ബാക്കിയുള്ളവർ ആ സൈഡിൽ നിന്നിട്ട് അവർ ചിയർപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ 2 പേരാണ് ആ ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മഡ് പോർട്ടിലേക്ക് ഇറങ്ങുന്നത്. എന്നിട്ട് ആ ഗോൾഡ് കോയിൻസ് കണ്ടുപിടിക്കും. അതാണ് ടാസ്ക്. പക്ഷേ ബിഗ് ബോസിൻ്റെ ഗെയിം എന്താണെന്നുള്ളത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും അറിയാം അനീഷാണ് ഇവരുടെ കോമൺ ശത്രു എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്തായാലും അനീഷിനെ പുറത്താക്കാനായിരിക്കും ഇവിടെയുള്ള ആരാണെങ്കിലും ശ്രമിക്കുക. ഈ കോയിൻസ് എടുത്തു കൊടുക്കുന്ന ആൾ അനീഷിനിട്ട് കാല് വാരിയാലോ? അതിനൊരു സാധ്യതയില്ലേ? അതേപോലെ രേണുവിനും അധികം മാത്രം ഫാൻസ് ഒന്നും ഇല്ല ബിഗ് ബോസ് വീട്ടിൽ. അപ്പോൾ പിന്നെ രേണുവിനും ഒരു പണി കൊടുക്കാനുള്ള ചാൻസ് ഇല്ലേ? മിഡ് വീക്ക് എവിക്ഷനിൽ 2 പേര് പുറത്തേക്ക് പോകുന്നത് ടാസ്കിൻ്റെ ബേസിസിലായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തീരെ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ടാസ്ക് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിലിപ്പോൾ ഉറപ്പല്ലേ നമ്മുടെ രേണുവിനും അനീഷിനും എന്തായാലും എല്ലാവരും പണി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ടാസ്ക് കൊടുക്കാനായിട്ട് എന്തായിരിക്കും കാര്യം? ചിലപ്പോൾ ഇൻഡിവിജ്വൽ പോയിന്റ്സ് വേറെയും കിട്ടുമായിരിക്കും അല്ലേ? അറിയില്ല എന്താണെന്നുള്ളത്. എന്തായാലും പ്രമോ ഇനി ഒരെണ്ണം കൂടി വരുമായിരിക്കും മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ. അത് കഴിയുമ്പോൾ അറിയാം അവിടെ എന്താണ് നടക്കണേന്നുള്ളത്. ഇത് നമ്മുടെ പുതിയൊരു ചാനലാണേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.